ഞാൻ ആശ. +2 കഴിഞ്ഞു. ഇനി അടുത്ത് എന്തെടുക്കണമെന്ന ഡൗട്ടാ, കൺഫ്യൂഷൻ. പറയൂ, എന്താ ഓപ്ഷൻ ഉള്ളത്? മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണമെന്നാ. പിന്നെ LBSc നേഴ്സിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാലും അതിലും നല്ല കോഴ്സ് ഏതൊക്കെ? മനസ്സിലായില്ല. നല്ല കോഴ്സസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാ കോഴ്സും നല്ലതാ. കുക്കിംഗ് അറിയോ? കുക്കിംഗ് അറിയാം. കുക്കിംഗ് നല്ല പണിയാണോ? നമ്മുടെ നിലനിൽപ്പിന് വേണം കുക്കിംഗ്. ആ, നിലനിൽപ്പിന് മതിയോ? അതൊരു കുക്കിംഗ് പരമായിട്ടും അതൊരു ജോബാണ്. ജോബാണെന്നേ ഉള്ളൂ. കൂടുതൽ പ്രൈം മിനിസ്റ്റർക്കാരാ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവോ? അയാൾ ഒറ്റക്ക് ഉണ്ടാക്കുമോ? ഇല്ല, പ്രൈം മിനിസ്റ്ററുടെ കുക്കിന് എത്ര ശമ്പളം ഉണ്ടാവും? അറിഞ്ഞൂടാ. പ്രൈം മിനിസ്റ്ററെ കാണാൻ ബുദ്ധിമുട്ടാണോ? അതെ. അയാളുടെ കുക്കോ? ഇന്നും കാണാം. മനസ്സിലായോ? ഏത് ജോലിയും ഹയസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ നല്ലതാണ്. ഒരു കളക്ടറെക്കാളും നല്ല ജോലിയാണ് ചിലപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ബാർബർ ചെയ്യുന്ന പണിക്ക്. ഒരു ടൈലർ സാധാരണ ടൈലർ അല്ല. പ്രൈം മിനിസ്റ്ററുടെ ഡ്രസ്സ്, പ്രസിഡന്റിന്റെ ഡ്രസ്സ്. ഷെഫ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ തന്നെ ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഷെഫിനെ കുറിച്ചുള്ള കഥയാണ്. അപ്പൊ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് നല്ലത് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. ഏറ്റവും നല്ല പഠനം സാധിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അയാളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അയാൾ സ്വന്തം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്ന എല്ലാ കേരളത്തിലെ ആൾക്കാരുടെയും ആദ്യത്തെ ഓപ്ഷൻ മെഡിക്കൽ ഫീൽഡാണ്. ഡോക്ടർ ആവാൻ ഇഷ്ടമാണോ? ഡോക്ടറാൻ ഇഷ്ടമാണ്. രോഗിയാവാനോ? അല്ല. അപ്പൊ എല്ലാരും രോഗിയല്ലാണ്ടായ പിന്നെ ഡോക്ടർമാർക്ക് പണിയുണ്ടാവും. അപ്പൊ ഈ ഡോക്ടർ എന്ന് പറയുന്ന ജോലി ഡോക്ടർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഡോക്ടർക്ക് ചെയ്യാനുള്ള കുറേ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഇവിടെയൊക്കെ ധാരണ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവുക എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റല് റൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ജോലികൾ ഉണ്ടാവും മെഡിക്കൽ ഫീൽഡിൽ. അതിന്റെ സെക്യൂരിറ്റി മുതൽ അതിന്റെ ആംബുലൻസ് ഡ്രൈവർ എല്ലാം മെഡിക്കൽ ഫീൽഡാണ് അല്ലേ? ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ നിറക്കുന്ന, പ്രഷർ നോക്കുന്നത്, സർജറിക്കുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്നത്, എല്ലാത്തിനും മെഡിക്കൽ ഫീൽഡാ പറയാം. അപ്പൊ മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തണം എന്ന് താല്പര്യമുള്ളവർ, മെഡിക്കൽ ആണ് എൻ്റെ താല്പര്യം എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം എന്നാ ധാരണ. വലിയ കാര്യം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടേക്ക് എത്താൻ വേണ്ടി വ്യത്യസ്തമായ വഴികളുണ്ട്. MBBS മാത്രമൊന്നുമല്ല. MBBS ബൈ ചാൻസ് മിസ്സായി. BDS ഉണ്ട്. BDS എന്ന് പറഞ്ഞാൽ വായിലല്ലേ കൈയിടുണ്ടു. MBBS എല്ലായിടത്തും കൈയിടണ്ടേ. ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ദന്തിസ്ട്രി, പല്ല് സംബന്ധമായ വേദനയാണ് ഏറ്റവും വലിയ വേദന. ഇനി ഫിസിക്സ് നല്ലപോലെ പഠിച്ച് ന്യൂറോ സയൻസിൽ വിദഗ്ധനായാല് ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ് വലിയ സയൻസാണ്. അതിൽ PhD എടുക്കുക, ഗവേഷണം ചെയ്യുക, അത്തരം ജോലികളിലേക്ക് പോവാം. അപ്പൊ താല്പര്യം കൃത്യമായിട്ട് എഴുതിയുണ്ടാക്കുക. എന്താണ് താല്പര്യം? അപ്പൊ ഇന്ന് 2025 മെയ് 25 7 മണിക്ക് നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ആർഷയല്ല, 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ എവിടെ എത്തണം, അങ്ങനെയാണ് ഒരു പ്ലാൻ. ജീവിതത്തെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാവണം. ഞാൻ 10 വർഷം കഴിഞ്ഞാൽ എവിടെ എത്തും, 20 വർഷം കഴിഞ്ഞാൽ എവിടെ എത്തും? ഏത് ഡിസ്ട്രിക്റ്റിൽ ആർഷ? ആലപ്പുഴ. ആലപ്പുഴയാണ്. ആലപ്പുഴയുടെ കലക്ടർ ആരാ? ആലപ്പുഴയുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ആരാ? അറിയില്ല.
ആലപ്പുഴയുടെ MLA ആരാ? MLA ആലപ്പുഴ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയാണ് ആലപ്പുഴയുടെ MLA. ഇത്രയാണ് വിവരമുള്ളത്. അല്ല, ഇപ്പൊ 12ാം ക്ലാസ് വരെ പഠിച്ച ഒരാള്, 10ാം ക്ലാസ് വരെ സോഷ്യൽ സയൻസ് പഠിച്ച ഒരാള് ജീവിക്കുന്ന ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അച്ഛൻ എവിടെയാ ജോലി ചെയ്യണേ? അച്ഛൻ ദുബായ് എന്ത് ജോലിയാ ചെയ്യണേ? ഒരു കമ്പനിയിലാണ് മറൈൻ കോർണർ. എന്ത് ജോലി എന്നാ ചോദിച്ചാൽ, കമ്പനിയുടെ പേരല്ല ചോദിച്ചത്. കമ്പനി അതിനകത്ത് എല്ലാം നോക്കി നടത്തുക. നോക്കി നടത്താന്ന് എന്താ, അതിന്റെ ഓണറാണോ? അല്ല, ഇങ്ങനെ ഓരോ കാര്യം എന്ത് കാര്യം? അവിടെ അങ്ങനെ പുറത്താ മറൈൻ കോറൻ കമ്പനിയിൽ. അച്ഛൻ എന്താ പഠിച്ചേ? അച്ഛൻ പ്ലസ് അച്ഛൻ എന്താ പഠിച്ചതെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല ആർഷിക്ക്. ഭക്ഷണം തരുന്ന ഈ ചെലവിന് തരുന്ന അച്ഛന്റെ ക്വാളിഫിക്കേഷൻ. അച്ഛൻ ITLൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടല്ല, ഞാൻ എന്താ പഠിച്ചതെന്ന് ചോദിച്ചത്. എന്ത് ക്വാളിഫിക്കേഷൻ ആണ് പഠിച്ചത്? എന്ത് ട്രേഡാണ് പഠിച്ചത്? ഇതൊക്കെ അറിയണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്തെക്കുറിച്ച് അറിയാത്ത ഒരാള്, അതിനെക്കുറിച്ച് യാതൊരു താല്പര്യം ഇല്ലാത്ത ഒരാള്, സ്വന്തം ഭക്ഷണം തരുന്ന ആള് എന്താണ് പഠിച്ചതെന്ന് അറിയില്ല. അവനവൻ എന്താ പഠിച്ചതെന്ന് തീരുമാനിക്കണം. അമ്മ ഏത് കോളേജിലാണ് പഠിച്ചത്? ബികോം. അമ്മ പന്തളത്തൊരു കോളേജ്. അത് ഏത് കോളേജാ? കോളേജിന് പേരുണ്ടാവില്ല. കോളേജിന്റെ പേര് മറന്നുപോയി, അറിയായിരുന്നു. അമ്മ എന്താ പഠിച്ചത്? അമ്മ എന്ത് കോളേജിലാ പഠിച്ചതല്ല? ബികോമിന് എന്തൊക്കെ പഠിക്കാനുണ്ട്? അതൊന്നും എനിക്കറിയത്തില്ല. അതും അറിയില്ല. MBBSന്റെ സിലബസ് കണ്ടിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. അതും കണ്ടിട്ടില്ല. അവിടെ പോയാൽ എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല. കാറ്റഗറി ഉണ്ടോ MBBSലോ? എനിക്ക് MBBSന് പോകാനായിട്ട് അങ്ങനെ താല്പര്യമില്ല. ഇവിടുന്ന് വീട്ടിൽ നിന്ന് പറയുന്ന 1 വർഷം കോച്ചിങ്. ഞാൻ നേഴ്സിംഗ് ആയിരുന്നു നോക്കുന്നത്. പിന്നെ അതെ, നേഴ്സ്. ഞാൻ ചോദിക്കുന്നത്, അസിസ്റ്റന്റിന് പണിയെടുക്കുന്നതാണോ നല്ലത്, അല്ല അസിസ്റ്റന്റിന് പണി കൊടുക്കുന്ന ഡോക്ടർ ആവുന്നതാണോ നല്ലത്? നേഴ്സ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റിന്റെ പണിയല്ലേ, ഡോക്ടർ പറയുന്നത് കേൾക്കുന്ന ഒരാളല്ലേ. ഇപ്പൊ തനിക്ക് താഴെ പണിയാ ഇഷ്ടം, മുകളിലുള്ള പണിയൊന്നും ഇഷ്ടമല്ല. ഓക്കെ, ഡോക്ടർമാർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്നൊക്കെ കേട്ടു. നേഴ്സുമാർക്ക് ഉണ്ടോ സ്പെഷ്യലൈസേഷൻ? അപ്പൊ സ്പെഷ്യലിസ്റ്റ് ആവാൻ ഇഷ്ടമല്ല. ആ നേഴ്സായിട്ട് ജീവിതത്തിൽ തുടങ്ങുന്നത് മുതൽ ഞാൻ പറഞ്ഞല്ലോ, 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലമൊക്കെ കഴിയുമ്പോൾ എന്താവണം? നേഴ്സ് തന്നെയായിട്ട് ജീവിക്കുക, നേഴ്സ് തന്നെയായിട്ട് മരിക്കുക. ആണോ താല്പര്യം? ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹരിപ്പാട്. ഹരിപ്പാടിന്റെ പ്രത്യേകത എന്താ? അമ്പലമൊക്കെ ഉണ്ട്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതെല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ എവിടെ അമ്പലം ഇല്ലാത്തത്? ഹരിപ്പാടിലെ ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി ആരാ? അറിയത്തില്ല. ഹരിപ്പാടിൽ ആരെങ്കിലും സിനിമയിലൊക്കെ ഉണ്ടോ? കൊറേ പേരുണ്ട്. സീരിയൽ ആക്ടേഴ്സ് ഉണ്ട്. മറ്റേ പാടുന്ന ആളുടെ പേരെന്താ? ശ്രീകുമാർ. അയാളുടെ ഇനീഷ്യല് പറ. എനിക്ക് പാട്ടിനോടൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. എന്തിനോടാ താല്പര്യം? എന്തിനെങ്കിലും ഒരു കാര്യം താല്പര്യം വേണ്ടേ? MG ശ്രീകുമാറിനെ അറിയില്ല, MG രാധാകൃഷ്ണനെ അറിയില്ല, ഓമനക്കുട്ടി അറിയില്ല, പാട്ടുകാരെ കുറിച്ചൊന്നും അറിയില്ല. അച്ഛന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. അച്ഛൻ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല. അമ്മ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് അറിയില്ല. അതിന്റെ സിലബസ് എന്താണെന്ന് അറിയില്ല. MBBSന്റെ സിലബസ് നോക്കിയിട്ടില്ല. നഴ്സിംഗിന്റെ സിലബസ് നോക്കിയിട്ടുണ്ടോ? അതൊന്നും നോക്കിയിട്ടില്ല. ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് അതുപോലെ പഠിച്ച് A+ കിട്ടും. അപ്പൊ അസിസ്റ്റന്റിന്റെ പണിക്ക് പറ്റിയ ആളാണ്. ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യും. അത് അതുപോലെ ബൈഹാർട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് പഠിക്കും. അതുകൊണ്ടാണ് എൻട്രൻസ് ഒന്നും എഴുതിയാൽ കിട്ടാത്തത്. അങ്ങനെയുള്ളവരെ വലിയ നിലയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഡോക്ടറൊക്കെ ആവണമെങ്കിൽ സ്വന്തം നിലയിലൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് വേണ്ടേ? ഇന്നെന്താ ചെയ്തത് രാവിലെ മുതൽ? ഒന്നും ചെയ്തില്ല.
പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഒരു ദിവസം വെറുതെ വേസ്റ്റ് ചെയ്തു. ജീവിതത്തിൽ എത്ര ദിവസം ഇങ്ങനെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? കാരണം +2 കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. ഈ നാളെ സമയത്ത് ലേണേഴ്സ് ടെസ്റ്റ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തായിരുന്നു. എന്തിന് ലേണേഴ്സ് ടെസ്റ്റ് ഉണ്ട് ഡ്രൈവിംഗ്. ലേണേഴ്സ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക? ഇപ്പൊ എക്സാം ഉണ്ടല്ലോ. എന്ത് എക്സാമിന് എന്താ ചോദിക്കുക? കണ്ണും പൂട്ടി എഴുതാൻ പറ്റുന്നതല്ല. അവര് പറഞ്ഞില്ല, നോക്കിട്ട് പോണെന്ന് പറഞ്ഞ ഒരു ആപ്പ് തന്നു. മീൻസ് മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ ഒരു മൂന്ന് ചോദ്യം പറയും. എന്ന് ചെയ്ത് പിന്നെ അങ്ങനെയൊക്കെ എനിക്ക് പെട്ടെന്ന് ചോദിച്ചു. ഞാൻ നോക്കി എന്താ ഇപ്പം റെഡ് സ്റ്റോപ്പ് അങ്ങനെ അതെല്ലാവർക്കും അറിയില്ല. റെഡ് സ്റ്റോപ്പ് എന്ന് പറയണെങ്കിൽ ആപ്പ് നോക്കി പഠിക്കണം. അല്ല, കൊറേ ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറ, ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം. സിമ്പിൾ ഉണ്ട്, അത് ഇന്ന് കണ്ടതാ. പിന്നെ കോഷണറി, റെക്ടാങ്കിള്, സർക്കിള് അങ്ങനെയൊക്കെ വന്ന് സ്ക്വയർ ഉള്ളത് മാൻഡറി. എൻ എന്ന് പറഞ്ഞ എഴുതിയ എന്താ അറിയാ? എനിക്കറിയാതെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ടെൻഷൻ ഉള്ള ഗിയറിലെ അയ്യോ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ടെൻഷനുള്ള കൂട്ടത്തിൽ. ഇപ്പൊ എന്തിനാ എന്നെ കാണാൻ പറഞ്ഞത്? എന്നെ മീറ്റ് ചെയ്യാൻ എന്താ പറഞ്ഞത്? പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സ് ഒക്കെ ഉണ്ടോന്ന് അറിയാം. അല്ല, പുതിയതായിട്ട് ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇയാൾക്ക് താല്പര്യം എന്ന് പറയണ്ടേ? ഒരു കടയിൽ പോയിട്ട് എന്താ കഴിക്കേണ്ടതെന്ന് ചോദിച്ചാല് എന്തൊക്കെയാ ഉള്ളത് എന്ന് നോക്കിയിട്ടാണോ കഴിക്കുന്നത് തീരുമാനിക്കുക? ഏതാണെന്നൊരു ഓപ്ഷൻ വേണ്ടേ? എനിക്ക് ഇപ്പം നേഴ്സിങ്ങിന് പോകാനായിരുന്നു താല്പര്യം. അപ്പം LPSC കൊടുക്കണമെന്നുണ്ട്. അപ്പം അമ്മയൊക്കെ പറഞ്ഞു, അച്ഛൻ പറയുന്നു 1 വർഷം കോച്ചിങ്ങിന് പോകാനെന്നൊക്കെ പറയുന്നു. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇപ്പൊ അതിൽ തന്നെ വേറെ കോഴ്സസ് ഉണ്ടെന്നൊക്കെ പറയുന്നേ, നീറ്റ് എഴുതുമ്പോൾ തന്നെ താഴെ ഓരോന്ന്. എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഇപ്പം നീറ്റിന്റെ റിസൾട്ട് വന്നില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്, വേറെ ഏതൊക്കെ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഞാൻ കീമിന് അപ്ലൈ ചെയ്തായിരുന്നു. ഐസറിന് അപ്ലൈ ചെയ്തോ? ഇല്ല. ഇല്ല, കേട്ടിട്ടേ ഇല്ല. കേട്ടിട്ടുണ്ട്. ടീച്ചിങ് ഇഷ്ടമാണോ? ടീച്ചിങ് ഇഷ്ടമല്ല. എന്നാ ഡോക്ടറായിട്ട് കാര്യമില്ല. ഞാൻ ശാപം തരാണ്, ഒരിക്കലും ഡോക്ടർ ആവില്ല. ഏതെങ്കിലും മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരെ കാണാനല്ലേ ഡോക്ടർമാരെ അടുത്ത് പോവാ? ഏത് ഡോക്ടർമാരുടെയും ബോർഡിന്റെ താഴത്ത് എഴുതിയിട്ടുണ്ടാവില്ലേ പ്രൊഫസർ ഓഫ് മെഡിക്കൽ ഇന്ന കോളേജ് എന്നിട്ട് എഴുതിയിട്ടുണ്ടാവില്ലേ? ഓരോ രോഗി വന്നാലും ആ രോഗിയെ പഠിപ്പിക്കണ്ടേ? എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? ഇപ്പൊ പഠിപ്പിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാ ഡോക്ടർ ആവാൻ പറ്റുക? ഇത്രയും കാലം ഞാൻ ചോദിക്കുന്നു, ആരാ പറഞ്ഞ സ്കില്ലില്ലാന്ന്? ഇത്രയും കാലം ആർഷ പഠിച്ചത് ആരോ പഠിപ്പിച്ചിട്ടല്ലേ? ആ വർഗങ്ങളെ മോശം എന്നാ ധാരണ. ടീച്ചർമാരെ കുഴപ്പമുള്ള ജോലിയാണ്, ഒന്നും നല്ല ജോലിയല്ല. അങ്ങനെയാണോ പറയാ? ടീച്ചർമാർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല. അത് ഷെയർ ചെയ്യാനുള്ള ബോധമുള്ളവർക്കൊക്കെ ഉണ്ടാവും. ഫ്രണ്ട്സിന് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണ്ടേ? മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ജൂനിയേഴ്സിനെ പഠിപ്പിക്കണം. ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറയുന്ന ആൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും ബാക്കിയുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഓരോ ഡോക്ടറും രോഗികളെ പഠിപ്പിക്കുന്ന ഡോക്ടറാണ്. അവരെ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതൊക്കെ ചെയ്യരുത് എന്നൊക്കെ പഠിപ്പിക്കണം. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. താല്പര്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ സ്കില്ലുണ്ടോ ടീച്ചറാണോ എന്നല്ല ചോദിച്ചത്. ഞാൻ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ, ടീച്ചർ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. താല്പര്യമുണ്ട്, എന്നെ കൊണ്ട് കഴിയത്തില്ല. എനിക്കിഷ്ടം സാറുമാരെ പഠിപ്പിക്കുന്നതും. അതിനേക്കാളും ബുദ്ധിമുട്ട് പിന്നെ പഠിപ്പിക്കാനുള്ള കഴിവുള്ളവർക്കേ നേഴ്സാവാൻ പറ്റുള്ളൂ. ഒരിക്കലും നേഴ്സാവാൻ പറ്റില്ല പഠിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ. കാരണം നേഴ്സാണ് കറക്റ്റായിട്ട് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഡോക്ടർമാർക്ക് അത്രയും സമയം ഉണ്ടാവില്ല. അപ്പൊ ഈ സ്കില്ലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ കഴിവില്ല എന്ന് തോന്നിയത് നിങ്ങളെ പഠിപ്പിച്ചവർ അങ്ങനെയുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. അത് നിന്റെ കുഴപ്പമല്ല, ആർഷയുടെ കുഴപ്പമല്ല, ആർഷയുടെ ടീച്ചേഴ്സിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ഞാനീ പറയുന്ന ഒന്നും ആർഷയുടെ കുഴപ്പമല്ല. ആർഷയ്ക്ക് അത്തരം ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ടാണെന്ന് മാത്രം.
ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മോളെ. പക്ഷെ താല്പര്യം ഉണ്ടോ എന്നറിയുമ്പോൾ നമ്മൾ അത്തരം ആൾക്കാരെയാണ് നമ്മൾ മുമ്പിൽ കാണേണ്ടത്. ഇപ്പൊ ഡോക്ടർ ആവാൻ ഇപ്പൊ എൻട്രൻസ് എഴുതി കിട്ടിയിട്ടില്ല, ആരെങ്കിലും വിചാരിക്കുമല്ലോ ഡോക്ടർ ആവണ്ട, നേഴ്സ് ആവണമെന്ന്. എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ അടിച്ചു വരുന്ന ആളായ പോരെ. അതിനേക്കാളും താഴെയുള്ള ജോലി ഉണ്ടല്ലോ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും ഏറ്റവും മുകളിൽ കാണുക? ഡോക്ടറെ കാണുക. ഒരു ജില്ല എന്ന് പറയുമ്പം ആരെയാണ് ഏറ്റവും മുകളിൽ കാണുക? അവിടുത്തെ കലക്ടറാണ്, അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, അവിടുത്തെ MLA ആണ്. ഇവരെയൊക്കെ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾ ആയിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിൽ താല്പര്യം ഉണ്ടാവുക. അതൊക്കെയല്ലേ ഒരു ഉണ്ടാവേണ്ട. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അവരെയൊക്കെ കാണാനല്ലേ താല്പര്യം ഉണ്ടാവേണ്ടത്. അവരുടെ ജോലി, അവരെന്താ ചെയ്യണത്, അതിനെക്കുറിച്ചൊക്കെ അറിവില്ല. ആരൊക്കെ ഉണ്ട് വീട്ടില് ആർഷിക്ക? അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി. ചേട്ടൻ എന്താ ചെയ്യണേ? ചേട്ടൻ ആർമിയില. ആർമിയിൽ എന്ത് പോസ്റ്റിലാണ്? സിഗ്നൽ. എന്ത് പോസ്റ്റ്? അത് ഡിവിഷനാണ്. പോസ്റ്റ് കേറിയതേ ഉള്ളൂ. പോസ്റ്റ് എന്താണ് പോസ്റ്റ് ആവുമല്ലോ, കേറുമ്പോ ഒരു ഡെസിഗ്നേഷൻ കൊടുക്കുമല്ലോ. മെക്കാനിക്കൽ. ഏത് പോസ്റ്റിലാണ്, ഏത് പൊസിഷനിലാണ്, എന്താണ് ജോലിയുടെ പേര്? ഓഫീസ് വർക്കാ. ഇപ്പം അടുത്തൊരു പോസ്റ്റിലോട്ട് ട്രൈ. നിനക്ക് ഡെസിഗ്നേഷൻ ഉണ്ട് എന്റെ കുട്ടി, അതൊക്കെ അറിയണം, ചോദിച്ചറിയണം. ഷിപ്പായിട്ട് ഇപ്പം അടുത്ത എക്സാം വേണ്ടി. എന്ത് കഴിഞ്ഞിട്ടാ പോയത്? BSc ഫിസിക്സ് കഴിഞ്ഞ്. അപ്പം കിട്ടുമായിരുന്നു. എവിടെയാ പഠിച്ചത് BSc ഫിസിക്സ്? TKM കോളേജ്, നങ്ങിയാർകുളങ്ങര. ഓക്കെ. ഇപ്പൊ എവിടെയാ പോസ്റ്റ്? ജബൽപൂര്. ജബൽപൂരാണ്. ജബൽപൂർ ഏത് സ്റ്റേറ്റിലാ? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ്. ദുബായിൽ പോയിട്ടുണ്ടോ? മധ്യപ്രദേശ്. നന്നായി, ഇപ്പൊ മാറ്റിയത് നന്നായി. എപ്പോഴാ പോയത് ജബൽപൂര്? പാസിംഗ് ഔട്ട് പരേഡിന് ഇയർ ഒന്നും ഓർമ്മയില്ല. ഞാൻ കുഞ്ഞല്ല, ഒരു 4th ഒക്കെ. ഓ, അത്രയും വർഷമായി ആർമിയില്? അതെ, ഇപ്പം 7-8 വർഷം. എന്നിട്ട് ഡെസിഗ്നേഷൻ എന്താന്ന് അറിയില്ല. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട എന്റെ കുട്ടിയെ. അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ജോലി വേണം. നിങ്ങളുടെ ബോസ് ആരാണ്, ഏട്ടൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അച്ഛൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആ ജോലി കിട്ടാൻ എന്താണ് പഠിക്കേണ്ടത്, മനസ്സിലായോ? ഇപ്പൊ എത്രയൊന്നും ഞാൻ ഇതെന്താ ചോദിക്കാൻ കാരണം വെച്ചാല് മോക്ക് കുറെ ധാരണ ഉണ്ടെന്ന് വിചാരിക്കാം, അതുകൊണ്ടാ ചോദിച്ചത്, വേറൊന്നും ഉണ്ടല്ലോ. എല്ലാത്തിനെ കുറിച്ചും സ്വന്തം കുറെ അറിവൊക്കെ നേടി ഇന്നതൊക്കെ ആവണം എന്ന് തീരുമാനിച്ച് ഉറക്കുന്ന ഒരാളാണെങ്കിൽ വേറെ ആരും പറഞ്ഞത് കേൾക്കണ്ട. ഞാൻ ഡോക്ടർ TPS പറഞ്ഞതും കേൾക്കരുതെന്ന് പറയും, പലരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും മോള് പഠിക്കാത്തത് കൊണ്ട്, അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ട്, ധാരണയുള്ള വീട്ടിലുള്ളവർ പറയുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? അതിന്റെ കൂടെ ആ ധാരണയും കൂടി ഉണ്ടാക്കുക. ആരാ ഏറ്റവും നല്ല ഫ്രണ്ട്? അല്ല, പുറത്ത് ഫ്രണ്ട്സ് ആരാണ് ക്ലാസ്മേറ്റ്സിൽ? ഇപ്പൊ മോക്ക് ധാരണ ഉണ്ടെന്ന് വിചാരിക്കുക എല്ലാത്തിനെ കുറിച്ചും. ഞാൻ ഇങ്ങനെ ചോദിക്കില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കൃത്യമായിട്ട് എനിക്ക് ഇന്നത് പഠിക്കണമെന്ന് അറിയും. അതല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയുടെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സാ പറയുന്നതാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പൊ ആ കുട്ടി എന്താ ചെയ്യണേ? ഫ്രണ്ട്സ് എന്താ ചെയ്യണേ? അവർക്കും ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് വിവരമുള്ളവർക്ക് വിവരമുള്ളവർ കൂട്ടുകാരുണ്ടാവും, വിവരമില്ലാത്തവർക്ക് വിവരമില്ലാത്തവർ കൂട്ടുകാരുണ്ടാവും. ഞാൻ പറഞ്ഞതല്ല, സിമിലർ ബേർഡ്സ് വിൽ ഫ്ലൈ ഓൾ ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒരേപോലെ പറക്കാന്ന്. മനസ്സിലായോ? അപ്പോൾ കൺഫ്യൂഷൻ തീരുന്നത് വരെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ബ്രാഞ്ചിലേക്ക് എത്തി പിന്നെ ജീവിതത്തിൽ അതിനകത്ത് പോകുന്നതിനേക്കാളും നല്ലത് 1 വർഷം എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് ആലോചിക്കുക. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് കേട്ടിട്ടുണ്ടോ? ആരാ? മലയാളം റൈറ്റർ. ഒരു കവിത പാട് കുഞ്ഞുണ്ണി മാഷ്.
അറിയത്തില്ല. അതും അറിയില്ല. കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞത് 10ാം ക്ലാസ് കഴിയുമ്പോൾ പിള്ളേരൊക്കെ അടിച്ച് പുറത്താക്കണം, എന്നിട്ട് അവർ തെണ്ടിത്തിരിഞ്ഞിട്ട് എന്താ ആവേണ്ടതെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ട് തിരിച്ചെനിക്ക് പഠിക്കണം തോന്നുമ്പോഴേ 11ഉം 12ലൊക്കെ പഠിപ്പിക്കാവൂ. ലോകം അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പഠിക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചു. എന്തിനാ? അറിയില്ല, ആരോ പറഞ്ഞിട്ട് പഠിച്ചു. എന്തുകൊണ്ട് കൊമേഴ്സ് പഠിച്ചില്ല? ആരും പറഞ്ഞില്ല. എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് പഠിച്ചില്ല? മാത്സ് എന്തുകൊണ്ട് പഠിച്ചില്ല? എന്തുകൊണ്ട് ബയോളജി പഠിച്ചു? എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ലോകത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കുക. പറ്റുന്ന എല്ലാ എക്സാമിനേഷനും എഴുതാം. അപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ RI, അത് മൈസൂരുള്ളതാണ്. ടീച്ചർ ആവണമെങ്കിലും ഏത് സബ്ജക്റ്റിലും ഗ്രാജുവേഷൻ പഠിക്കണമെങ്കിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല മൈസൂരുള്ളൊരു സെന്ററാണ്. ഐസർ, നൈസർ, അതിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി, NIT, IIT, അവിടെ ബിടെക്കിനും ഹ്യൂമാനിറ്റീസിനും അപ്ലൈ ചെയ്യാം. ഹ്യൂമാനിറ്റീസിനാണ് ബിടെക്കിനേക്കാളും പ്രാധാന്യം സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ. ഓക്കെ, ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് കണ്ടുപിടിക്കുക. ലോകത്ത് ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് എങ്ങനെ മോക്ക് നല്ലോണം പഠിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മോളുടെ സ്കോർ ലിസ്റ്റൊക്കെ അച്ഛൻ അയച്ചു തന്നിരുന്നു എനിക്ക്. എല്ലാത്തിനും A+ മേടിച്ച കുട്ടിയാണ്. പക്ഷെ കേരളത്തിൽ എല്ലാ വിഡ്ഢികൾക്കും കിട്ടുന്നതാണ് A+. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യമൊക്കെ പോയി. പണ്ടങ്ങനല്ല. പണ്ട് 75% കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും A+. കാരണം എന്താ? അത്രയും സിമ്പിൾ ആയിട്ടാണ് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ എങ്ങനെ ഉത്തരം എഴുതാമെന്ന് മാത്രം പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ലോകത്തെക്കുറിച്ച് ചോദിച്ചത്. എന്തിനാ സോഷ്യൽ സയൻസ് പഠിക്കുന്ന 10ാം ക്ലാസ് വരെ? ലോകത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കാനാണ്. ആ ബോധമുള്ള ഒരാൾ ആരാണ് MP, ആരാണ് MLA, ആരാ കലക്ടർ എന്നൊക്കെ അന്വേഷിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യം ഒരു കുട്ടിക്ക് ഉണ്ടാവണം. അതിനാണ് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത്. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത് എക്സാമിനേഷൻ എഴുതാനല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ അത്തരം ചിന്തകൾ ഉണ്ടാക്കാനാണ്. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി. എന്തേത് ചോദിച്ചതെന്ന് വെച്ചാൽ MBBS കഴിഞ്ഞാലും ഗവൺമെന്റ് പോസ്റ്റിങ്ങിൽ എവിടെയെങ്കിലും MBBS ഡോക്ടർ ആവണമെങ്കിൽ ഗവൺമെന്റ് ജോലി വേണമെന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യും. MBBS കഴിഞ്ഞാലും അപ്പോഴും 10ാം ക്ലാസ് വരെയുള്ള സാമൂഹ്യ പാഠം ചോദ്യമായിട്ട് വരും. സോഷ്യൽ സയൻസ് ചോദിക്കും. അതുകൊണ്ട് MBBS പഠിച്ച സോഷ്യൽ സയൻസ് പഠിക്കേണ്ടാവുന്നില്ല. മിനിമം ജനറൽ നോളജ് ഇല്ലാതെ ഒരു ജോലിയും കിട്ടില്ല. കലക്ടർ ആവണമെങ്കിലും വേണം. ഏത് ജോലിക്കും ആർമിയിൽ പോകുമ്പോൾ അവിടെയും എൻട്രൻസ് എക്സാം ഉണ്ടാവും. ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നന്നാവണം. അപ്പോൾ ലോകം കുറച്ചും കൂടി പരിജ്ഞാനം തേടി കണ്ടുപിടിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത് വരെ സ്വന്തം മോക്ക് ഇപ്പൊ തീരുമാനം എടുക്കാൻ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും സുഹൃത്ത് പറഞ്ഞതോ എന്തെങ്കിലും കേട്ടിട്ടുള്ള ഒരു ജോലി മാത്രം തപ്പി അത് മാത്രം പോവുകയല്ല വേണ്ടത്. എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണം, IAC അപ്ലൈ ചെയ്യണം, എവിടെയൊക്കെ കോഴ്സ് ചെയ്യുമോ അതൊക്കെ ചെയ്യുക. ഇപ്പൊ പഠിച്ചിട്ടുള്ള 11th and 12th സെയിം സിലബസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിച്ച് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതൊരു എൻട്രൻസ് അല്ല, ഞാൻ ആരോടും റിപ്പീറ്റ് ചെയ്യാൻ പറയാറില്ല സാധാരണ. എൻ്റെ എല്ലാ വീഡിയോ നോക്കിയാലും കാണാം. കാരണം അവർക്ക് ഇതാണ് എന്നൊരു ബോധമുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് നല്ലപോലെ ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി ശ്രമിക്കുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായോ? അത് അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ടോ ഞാൻ പറഞ്ഞതുകൊണ്ടോ ആവരുത്. ഇത് ലോജിക്കലി കറക്റ്റ് ആണോ എന്ന് ആലോചിക്കാം. ഇപ്പൊ എടുക്കുന്ന ചോയ്സ്. കാരണം ഇപ്പം എവിടെയെങ്കിലും നഴ്സിങ്ങിന് ചേർന്നു, കാശ് കൊടുത്തിട്ട് എവിടെയെങ്കിലും നഴ്സിങ്ങിന് ചേർന്നു, അല്ലെങ്കിൽ BA MS, ഹോമിയോപ്പതി, ഇതൊക്കെ മെഡിക്കൽ ഫീൽഡാണ്. അതിലെതിലേക്ക് ചേർന്നു എന്ന് വിചാരിക്കാം. പിന്നെ ആലോചിക്കാം, അയ്യോ ഇത് വേണ്ടായിരുന്നു, ജീവിതത്തിൽ ആലോചിച്ചാലോ തിരിച്ചു വരാൻ പറ്റില്ല. 5 കൊല്ലം നേഴ്സായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ MBBSന് കയറാനുള്ള ഒരു മാർഗമില്ല. അടുത്ത പ്രൊമോഷൻ കിട്ടുന്നൊന്നല്ലല്ലോ, നേഴ്സ് ഡോക്ടർ ആവില്ലല്ലോ ഒരിക്കലും. അപ്പൊ ഇപ്പോഴേ ഉള്ളൂ ജീവിതത്തില് ഈ ഒരു ചാൻസ്. റിപ്പീറ്റ് ചെയ്താൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് പാലയിൽ തന്നെയായിരിക്കും. കാരണം അവിടെയാണ് കുറച്ച് പേരെങ്കിലും റിപ്പീറ്റ് ബാച്ച് ഒക്കെ റൺ ചെയ്യുന്നത്. അത് നല്ലതാണോ ചോദിച്ചാൽ എനിക്ക് നല്ലതാണെന്ന് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ വേറെ ഓപ്ഷനൊന്നുമില്ല. ആലപ്പുഴയിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത്
ഇതേപോലെ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവര് റിപ്പീറ്റ് ബാച്ച് റൺ ചെയ്യാറേ ഇല്ല. അവർ ഇന്റഗ്രേറ്റഡ് +1 +2 വിത്ത് നീറ്റ് കീം ഒക്കെ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. JEE ഒക്കെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഗ്രൂപ്പിനാണ് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത്. അത് എന്തുകൊണ്ടാണ് നടത്താത്ത വെച്ചാൽ നമ്മളൊക്കെ ആ ഫിലോസഫിയിലാണ് ഈ റിപ്പീറ്റ് നല്ലതല്ല എന്നുള്ളത്. പക്ഷെ എല്ലാ കുട്ടികളെയും 10ഉം 11ഉം 12ഉം 8ാം ക്ലാസ് മുതൽ തന്നെ ഈ ലോകത്തെക്കുറിച്ച് ബോധമുണ്ടാക്കി അച്ഛനും അമ്മയും അതിൻ്റെ ഒരു പാർട്ടാണ് മക്കളെ അത് ധരിപ്പിക്കാനുള്ളത്. അപ്പൊ അതും നടന്നില്ല. അത് സ്വന്തം ഉണ്ടാവേണ്ട ഒരു ആഗ്രഹവും കൂടിയാണ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു സത്സംഗം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആലോചിക്കാത്തതും പഠിക്കാത്തതും ഒക്കെ. അതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു കൊല്ലം എന്തായാലും കുറച്ചും കൂടി മെനക്കെടുക. ഇതൊക്കെ പഠിക്കുക, അതിന്റെ കൂടെ ഇതും കൂടി പഠിക്കുക. അതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളോട് ഏതാ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ 2 കാര്യങ്ങൾ, എനിക്ക് ഇതും കിട്ടിയിട്ടുണ്ട് അതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ളത് തന്നെ കിട്ടുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്, ചാൻസ് ഈസ് വെരി ലെസ്. പക്ഷെ എനിക്ക് ഇതും ഓപ്ഷൻ ഉണ്ട് ഇതും ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 3-4 ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് കെമിസ്ട്രി ആണോ ഇഷ്ടം, മാത്സ് ആണോ ഇഷ്ടം, ഫിസിക്സ് ആണോ ഇഷ്ടം, ബയോളജി ആണോ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സിന് ബയോളജി കുറച്ചും കൂടി. ഇപ്പൊ ഡോക്ടർ അഹമ്മദിനോട് നമ്മൾ സാധാരണ ചോദിക്കുക കെമിസ്ട്രി ഇഷ്ടമാണോ ബയോളജി ഇഷ്ടമാണോ? കെമിസ്ട്രിയും ബയോളജി ഒരേപോലെ ഇഷ്ടമുള്ള ആൾക്ക് MBBS പോവാം. അപ്പൊ നല്ല പോലെ അതിൽ കുറച്ച് മാത്സും കൂടി പഠിച്ചാൽ, മാത്സ് പഠിച്ചിട്ടുണ്ടോ മോള്? ഓക്കെ, മാത്സും കൂടി കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഐസറിൽ അപ്ലൈ ചെയ്യാം. ഐസറിൽ അപ്ലൈ ചെയ്യുന്ന റിസർച്ച് ഫീൽഡിലേക്ക് പോവാം. മാസ്റ്റേഴ്സ് ചെയ്യാം, PhD ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഡോക്ടറേറ്റ് ആവാം. അവരൊക്കെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. ആ കണ്ടുപിടുത്തം നടത്തുന്നവരാണ് ഡോക്ടർമാരെ പോലെയുള്ളവരും എഞ്ചിനീയർമാരെ പോലെയുള്ളവരൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനേക്കാളും ഹയർ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അപ്പൊ ചെയ്യേണ്ടത് 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ എവിടെ, 20 കൊല്ലം കഴിയുമ്പോൾ എവിടെ, അത് ആലോചിക്കുമ്പോൾ ഒരു നേഴ്സായിട്ട് തീർന്നാൽ ആലോചിക്കുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞാലും നേഴ്സ്, 20 കൊല്ലം കഴിഞ്ഞാലും നേഴ്സ്. ബോറടിച്ച എന്ത് ചെയ്യും? തന്നെ പണി ജീവിതത്തിൽ. അപ്പൊ ഒരു മാറ്റം ഉണ്ടാവണം. ഇപ്പം ഡോക്ടറൊക്കെ ആവുന്ന സമയത്ത് എന്ത് പറ്റുന്ന വെച്ചാൽ ഹയർ എഡ്യൂക്കേഷന് പോവാം, അല്ലെങ്കിൽ BSc കഴിഞ്ഞ് MSc കഴിഞ്ഞ് അതിനകത്ത് PhD എടുത്ത് നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പൾ ആവാം, അവിടുത്തെ ടീച്ചർമാരാകാം. അതിന് ഹയർ സ്റ്റഡീസിന് പോകണം. ജോലിക്ക് പോകുന്നതിന് പകരം നല്ല പോലെ ഉയർന്ന് പഠിക്കണം. ഉയർന്ന് പഠിച്ചാൽ എല്ലാത്തിലും അവസാനം എത്തുന്നത് ടീച്ചിങ്ങിലാണ്. അത് ഡോക്ടർ ആയാലും ടീച്ചിങ്ങിൽ പോവും, ഹോട്ടൽ കുക്കിംഗ് ജോലി ആയാലും അവസാനം ടീച്ചിങ്ങിലാണ് പോവുക. ഓക്കെ, എന്തിലും ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനുള്ള കഴിവ് നമ്മൾ പഠിച്ച് വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതിപ്പില്ലെങ്കിൽ കുഴപ്പമില്ല, അത്തരം ഒരു സംഭവം നടക്കും ഓട്ടോമാറ്റിക്കായിട്ട്. നല്ല ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഇങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, നല്ല ഡോക്ടറിനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇനി മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി എഴുതിയാലും കിട്ടും. പക്ഷെ ഈ അറിവൊന്നും പോരാ, നല്ല ജനറൽ നോളജ് വേണം, നല്ല ഇംഗ്ലീഷും വേണം. NDA ആയാൽ ഓഫീസർ പോസ്റ്റിൽ കിട്ടും, ആർമിയിൽ, എയർഫോഴ്സ്, സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയി, പിന്നെ കയറി കഴിഞ്ഞ് ക്യാപ്റ്റനായി, മേജറാവും. മേജറായി, ലഫ്റ്റനന്റ് കേണലായി, കേണലായി, ബ്രിഗേഡിയർ ആവും. അങ്ങനെ ഹയർ പോസ്റ്റിലേക്ക് ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ഒക്കെ കയറാൻ പറ്റും. ഇപ്പൊ എല്ലാ എക്സാമും എഴുതണം, ഒരു എക്സാമായിട്ട് വിടരുത്. ഇപ്പൊ ഇപ്രാവശ്യം പലതും മിസ്സായിട്ടുണ്ടാവും, അപ്ലൈ ചെയ്യാനും ഒക്കെ മിസ്സായിട്ടുണ്ടാവും. അതൊക്കെ തിരിച്ചെടുക്കുക, എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. അതാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായിട്ട് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം, ഞാൻ പറയാം. അമ്മയുണ്ട് അടുത്ത് അല്ലേ? അമ്മയാണ് പ്രോംപ്റ്റ് ചെയ്യുന്നത്, ഇടക്കിടക്ക് ടിപ്പ് തരുന്നത് അമ്മയാണ് അല്ലേ? എവിടെ അമ്മ? അമ്മയുണ്ട്. നല്ല മാർക്കൊക്കെ മേടിച്ചിട്ട് മക്കളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. മക്കൾക്ക് കുറച്ച് സാമാന്യ ബോധം വേണം, ലോകത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, അച്ഛൻ ചെയ്യുന്നത് ജോലിയെക്കുറിച്ച്, അമ്മ പഠിച്ച സ്ഥലം, ചേട്ടന്റെ പൊസിഷൻ, ഇതൊക്കെ അറിയുമ്പോഴല്ലേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും.
പരിജ്ഞാനവും കൂടി വേണ്ടേ, ലോക പരിജ്ഞാനം വേണ്ടേ. മാർക്ക് മേടിച്ചിട്ട് എല്ലാ വിഷയത്തിലും മാർക്ക് മേടിച്ചിട്ട് മാത്രമല്ലല്ലോ ജീവിതം. അതൊക്കെ അമ്മ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അമ്മയുടെ ഒരു കഴിവാണ് മക്കൾക്ക് ഇത്തരം അറിവുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ളത്. അല്ലെ? അമ്മക്കറിയോ ആരാണ് ആലപ്പുഴയുടെ മെമ്പർ ഓഫ് പാർലമെന്റ്? വോട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. ആരാ? എവിടെയാ ആലപ്പുഴ താമസിക്കണേ? ഹരിപ്പാട് ആലപ്പുഴ മണ്ഡലത്തിലല്ലേ വരിക? എനിക്കറിയില്ല, നിങ്ങൾക്കല്ലേ അറിയാം, നിങ്ങളുടെ രാജ്യമല്ലേ. ഞാൻ ഹൈദരാബാദുകാരനാണ്. ഹരിപ്പാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ? അതെ. ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസി ആലപ്പുഴയിലല്ലേ വരിക? അപ്പൊ ആലപ്പുഴയുടെ MP ആരാണെന്നാ ചോദിച്ചത് ഞാൻ. ആരിഫാണ്. മോള് പറഞ്ഞത് ശരിയാ. രമേശ് ചെന്നിത്തലയാണ് MLA. MP ആരാണ്? MP ആരാ? KC വേണുഗോപാൽ എന്ന് കേട്ടിട്ടുണ്ടോ? അയാളാണോ? അയാൾക്കല്ല വോട്ട് ചെയ്തത് അല്ലേ? അയാൾക്കല്ല വോട്ട് ചെയ്തത്. വോട്ട് ചെയ്തിട്ടില്ലേ അമ്മ? ആ, എന്നിട്ട് KC ഓർമ്മയില്ല. അപ്പൊ നല്ല പോലെ മക്കൾക്ക് അത്തരം നോളജും കൂടി ഉണ്ടാക്കുമ്പോഴാണ് എന്താവണം ഭാവിയില് എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. സമരമൊന്നും ഉണ്ടാവാറില്ലേ സ്കൂളില്? ഓക്കെ. അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അമ്മയ്ക്കോ മോൾക്കോ? ഓരോന്നിനും സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതിനേക്കാളും ബുദ്ധിമുട്ട് ഹൈറ്റ് അല്ല, ആദ്യം പരീക്ഷ പാസ്സാവലാണ്. ഫിസിക്കൽ ടെസ്റ്റിന് മിനിമം ഹൈറ്റ് ഒക്കെ മതി. പണ്ട് പോലെ ഹൈറ്റും വെയിറ്റും ഓടാനും ചാടാനുള്ളതിനേക്കാളും ഫിസിക്കൽ ടെസ്റ്റിനേക്കാളും മെന്റൽ ടെസ്റ്റാണ് ചെയ്യുക അവർ. റിട്ടൺ ടെസ്റ്റ് ആണ് ആദ്യം ഉണ്ടാവുക. ഹൈറ്റ് ബോയ്സിനും ഗേൾസിനും വ്യത്യാസമാണ്. ബോയ്സിന് 152 സെന്റിമീറ്റർ ആണ്, ഇല്ലേ? 5 ഫീറ്റ്. 5 ഫീറ്റ് ഉണ്ടാവുമല്ലോ എന്തായാലും. ചില സ്റ്റേറ്റുകളിലൊക്കെ അതിന് കുറച്ചൊരു പിന്നെ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ ആകുമ്പോൾ ആൾക്കാർ ജനറലി 147. ഓക്കെ. എല്ലാ പരീക്ഷ എഴുതാം, അതാണ് എൻ്റെ അഭിപ്രായം. തീരുമാനം ആയിട്ടില്ലെങ്കിൽ നമ്മുടെ തീരുമാനം സസ്പെൻഡ് ചെയ്യാണ് നല്ലത്. ഒരു റോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാവും. AFMC, എയിംസ്, സാധാരണഗതിയിലുള്ള പിന്നെ നീറ്റിലുള്ള എല്ലാ എക്സാമിനേഷൻസും, പിന്നെ ജിഗ്മർ, അത്തരം കുറേ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ ഉണ്ട്. എല്ലാത്തിലും അപ്ലൈ ചെയ്യണം. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേട്ടില്ല. എല്ലാത്തിനും എഴുതണം, എല്ലാത്തിനും എഴുതുക, എന്നിട്ട് ചിലപ്പോൾ കിട്ടും, ഭാഗ്യത്തിന് പറയാൻ പറ്റില്ല. ഇനി അതല്ലെങ്കിൽ എബ്രോഡിൽ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കാം, പുറത്തു പോയി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷെ എൻട്രൻസിൽ ക്വാളിഫൈഡ് ആയാലേ പുറത്തു പോയി പഠിച്ചാൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എബ്രോഡിൽ എവിടെയെങ്കിലും പോകണം.
എബ്രോഡിലും MBBS ചാൻസ് ഉണ്ട്. അപ്പോൾ അഡ്മിഷൻ എൻട്രൻസ് എക്സാം വന്ന് റിസൾട്ട് വന്ന് ഇതിന് പോണോ അതിന് പോണോ എന്നൊരു സംശയം വരുമ്പോൾ തിരിച്ച് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ സജസ്റ്റ് ചെയ്യാം ഏതാണ് നല്ലത്. അപ്പൊ ഇപ്പം നടക്കട്ടെ എല്ലാം. അതുകൊണ്ട് എല്ലാ എക്സാമും തീരുന്നതിന് മുമ്പ് അയ്യോ ഇതെനിക്ക് കിട്ടില്ല എന്നുള്ള ബോധത്തോടു കൂടി അല്ല വേണ്ടത്. ഇനിയും കുറേ എൻട്രൻസ് എഴുതാനുണ്ട്. അതിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരൻസിനെ അവരുടെ സജഷനിൽ കേൾക്കുകയാണ് നല്ലത്. ഹലോ ഹലോ ഓക്കെ, ഹലോ സാർ കേട്ടില്ലായിരുന്നു, നെറ്റ് അതെ, ഏതാണ് നല്ലത് എന്ന് തീരുമാനിക്കുക. എല്ലാരും കൂടി ആലോചിച്ചിട്ട് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞതാ. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു.